ഇന്ത്യൻ ബോർഡറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന താനോട്ട് മാതാ മന്ദിറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1965-ലും 1971-ലും നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളം ഈ മന്ദിരം ആക്രമിക്കുകയും ഈ മന്ദിരത്തിന് നേരെ ബോംബുകളും ഷെല്ലുകളെയും ഉതിർക്കുകയുണ്ടായി. 1965-ൽ നടന്ന യുദ്ധത്തിൽ വളരെയധികം മിസൈലുകളും ഷെല്ലുകളും ഇവരെങ്കിലും അതെല്ലാം നിർജ്ജീവമായി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം 1971-ൽ നടന്ന യുദ്ധത്തിനും സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. അന്ന് അവിടെ പതിച്ച മിസൈലുകളും ഷെല്ലുകളും എല്ലാം നിർവീര്യമായി പോയത് കാരണം ഇതെല്ലാം അവിടെ തന്നെ അവർ മ്യൂസിയം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭയങ്കര ഇതായിട്ടുള്ള സംഭവങ്ങൾ നടന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ ക്ഷേത്രത്തിലുള്ള മാതയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അവിടെയുള്ള ആളുകളും ഈ പട്ടാളക്കാരും വിശ്വസിച്ചു പോരുകയും ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെയുള്ള പൂജകളും അവിടുത്തെ മെയിൻ്റനൻസും എല്ലാം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുള്ള പട്ടാളക്കാരാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ പട്ടാളക്കാരാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ മാതയുടെ പൂജ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അത്യാവശ്യം എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ബോർഡർ എന്ന് പറയുന്ന ഒരു മൂവി അല്ലേ. അപ്പോൾ ആ മൂവിയിലും ഈ ഒരു മന്ദിരത്തെ പറ്റിയും ഈ ഒരു സംഭവങ്ങളെ പറ്റിയും ഇവർ ഒന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ 71-ൽ നടന്ന യുദ്ധത്തിൽ നമ്മൾ തന്നെയാണ് ജയിച്ചത്. ആ ഒരു സംഭവത്തിന് ശേഷം വിക്ടറി പില്ലർ എന്നൊരു പില്ലർ കൂടി ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോകുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.